ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 37 അധ്യായത്തിൽ യാക്കോബിൻ്റെ 12 മക്കളിൽ 11-ാമനായ ജോസഫിൻ്റെ ചരിത്രമാണ് നമ്മൾ വായിച്ചു വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി യാക്കോബിൻ്റെ ആദ്യ ഭാര്യയായ ലേയിൽ തനിക്ക് ലഭിച്ച എൻ്റെ 4-ാമത്തെ മകൻ യഹൂദായുടെ ചരിത്രമാണ് 38 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ യഹൂദായിക്ക് അദ്ദേഹം മറ്റ് സഹോദരന്മാരിൽ നിന്ന് വേർപെട്ടു പോയി മറ്റൊരു സ്ഥലത്തിന് ഒരു കനാൻകാരൻ്റെ മകളെ ഭാര്യയായി സ്വീകരിച്ചു. അവളിൽ നിന്ന് 3 ആൺമക്കൾ അദ്ദേഹത്തിന് ജനിക്കുന്നു. ഏർ എന്നും ഓനാൻ എന്നും ഷേല എന്നും പേരുള്ള 3 മക്കൾ. അതിൽ തൻ്റെ മൂത്തപുത്രനായ ഏറിന് പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹം താമാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിച്ചു. എന്നാൽ ഈ ഏറെന്ന് പറയുന്ന തൻ്റെ മകൻ ദുഷ്പ്രവൃത്തിക്കാരനും ഹീനനുമായൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് വിളിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവൻ്റെ ഭാര്യ താമാറിൽ അവനിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുന്നതിന് മുൻപാണ് ഈ ഏറിൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അക്കാലത്തെ നീതി അനുസരിച്ച് മക്കളില്ലാതെ ഒരുവൻ മരിച്ചാൽ അത് ശാപമാണെന്നും ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ മരിച്ചവൻ്റെ ഭാര്യയിൽ മക്കളെ ജനിപ്പിക്കണമെന്നുമുള്ള ലിവറേറ്റ് മാരേജ് അഥവാ ദേവരധർമ്മം അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ യഹൂദ തൻ്റെ 2-ാമത്തെ മകനായ ഓനാനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു, അതുകൊണ്ട് നീ അവൻ്റെ ഭാര്യയായ താമാറിൽ മരിച്ചവന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണം. ഓനാൻ അത് താല്പര്യമില്ലായിരുന്നു. കാരണം സഹോദരൻ്റെ ഭാര്യയിൽ മക്കളെ ജനിപ്പിച്ചാൽ സഹോദരൻ്റെ മക്കളായിട്ടാണ് അവർ അറിയപ്പെടുക. അതുകൊണ്ട് പിതാവിൻ്റെ നിർബന്ധപ്രകാരം താമാറിനെ പ്രാപിക്കാൻ ചെന്നു. പക്ഷേ സെമൺ അകത്തു പോവാതെ അദ്ദേഹം അത് നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു, ബീജം. അതുകൊണ്ട് ഓനാനിൽ നിന്ന് താമാറിന് ഗർഭം ധരിക്കുവാൻ സാധിച്ചില്ല. അവൻ്റെ ഈ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനാൽ ഓനാനും താമസമിന മരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കാണുന്നു. അപ്പോൾ പിന്നീടുള്ളത് 3-ാമത്തെ മകനായ ഷേലയാണ്. ഷേല അന്ന് ഒരു ചെറിയ ബാലനായിരുന്നു. അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, അവൻ പ്രായപൂർത്തിയാകുന്നിടം വരെ നീ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം അവനെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കാം. അതുവരെ നീ നിൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ പോയി ഒരു വിധവയെ പോലെ അവിടെ നീ വസിക്കണം. നമുക്കറിയാം, പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അന്ന്. ഇന്നത്തെ പോലെ ധാർമ്മികമായ ചിന്തകളോ മറ്റ് കൽപ്പനകളോ ഒന്നും സമൂഹത്തിന് അന്ന് ആ കാലങ്ങളിൽ ലഭിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ പരസ്ത്രീ ബന്ധങ്ങളും വ്യഭിചാരങ്ങളും ഒന്നൊരു പാപമായി മനുഷ്യന് അക്കാലങ്ങളിൽ ബോധ്യവുമില്ല. മോശ മുഖാന്തരം പിന്നീട് 10 കൽപ്പനകളെ അവർക്ക് നൽകുകയും ഏതൊക്കെ പ്രവൃത്തി പാപമാണ്, പാപമല്ലാത്തത് എന്തേ എന്നുള്ളതായ പഠിപ്പിക്കലുകളൊക്കെ പിൽക്കാലത്താണല്ലോ ഉണ്ടാവുന്നത്. അങ്ങനെ അമ്മായിപ്പൻ്റെ നിർദ്ദേശപ്രകാരം താമാറ് ഷേല പ്രായപൂർത്തിയാകുന്നിടം വരെയും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പോയി വിധവയെ പോലെ അവിടെ കഴിയുകയാണ്. എന്നാൽ ഷേല പ്രായപൂർത്തിയായിട്ടും തൻ്റെ അമ്മായിപ്പൻ ആ മകനെ തനിക്ക് ഭർത്താവായി തനിക്ക് നൽകിയില്ല, അല്ലെങ്കിൽ അവനിൽ നിന്ന് മക്കളെ പ്രസവിക്കുവാൻ അനുവദിക്കാതെ വന്നു.
അങ്ങനെ താമാർ തൻ്റെ ഭവനത്തിലായിരിക്കുമ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത്. തൻ്റെ അമ്മായിയപ്പനായ അദ്ദേഹം ആടുകളുടെ രോമം കത്തിരിക്കാൻ വേണ്ടി തിമ്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു, യഹൂദ പോകുന്നതായിട്ട് അവൾ അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ അവളൊരു ബുദ്ധി അവിടെ പ്രയോഗിച്ചു, തൻ്റെ അവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായിരിക്കാം അത്. ആ യാത്രയിൽ അവളൊരു വഴിയരികിൽ ഒരു വ്യഭിചാരിണിയുടെ വേഷം ധരിച്ച് അവിടെ പോയിരുന്നു, മുഖം മൂടി. അക്കാലത്തെ വസ്ത്രധാരണ രീതി അങ്ങനെയായിരിക്കാം. വ്യഭിചാരിണികളായ സ്ത്രീകൾ അപ്രകാരം അവർ ഉപജീവനം കഴിഞ്ഞിരുന്നിരിക്കാം. ഇപ്പോൾ യഹൂദ പോയ വഴിക്ക് ഈ പെൺകുട്ടികളുടെ ഈ പറഞ്ഞ താമാറിൻ്റെ അടുത്ത് ചെല്ലുന്നു, തൻ്റെ മരുമകളാണെന്നറിയാതെ അവളെ പ്രാപിച്ചു. അതിനുശേഷം അതിനവർക്ക് പ്രതിഫലം കൊടുക്കുകയുണ്ട്. അപ്പോൾ അദ്ദേഹം ആളുകളുടെ രോമം കത്തിരിക്കാൻ പോകുന്ന വഴിയാണ്. അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, എനിക്ക് എന്താണ് പ്രതിഫലം നൽകുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയിട്ട് ഒരു ആട്ടിൻകുട്ടിയെ നിനക്ക് പ്രതിഫലമായിട്ട് കൊടുത്തയക്കാം. അവൾ പറഞ്ഞു, അതുവരെ എനിക്കെന്താണ് ഒരു ഉറപ്പ്? അത് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? അവൾ ചോദിച്ചനുസരിച്ച് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയും മുദ്രമോതിരവും വളയുമെല്ലാം ഊരി അവൾക്ക് കൊടുത്തു. എപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞ ആട്ടിൻകുട്ടിയെ പ്രതിഫലമായി കിട്ടുന്നു, അന്ന് അത് നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി. അദ്ദേഹം അങ്ങനെ പോവുകയും അവിടെ തിമ്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് തൻ്റെ ഒരു കൂട്ടുകാരനെ ഒരാട്ടിൻകുട്ടിയെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇന്ന സ്ഥലത്ത് ചെന്ന് ആ സ്ത്രീക്ക് കൊടുക്കുവാൻ പറഞ്ഞു. അവനതുമായിട്ട് അവിടെ വരുമ്പോൾ അവളെ അവിടെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ യഹൂദയുടെ സ്നേഹിതൻ അവിടെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ സ്ഥിരമായി അതൊരു തൊഴിലാക്കി ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ ഇങ്ങനൊരു സ്ത്രീ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ യഹൂദ പറഞ്ഞു, നമ്മൾ പ്രതിഫലം കൊടുത്തു വിട്ടു, അവൾ വാങ്ങുന്നില്ലെങ്കിൽ വാങ്ങണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് യഹൂദയുടെ ചെവിയിലൊരു വാർത്ത എത്തി, തൻ്റെ മരുമകളായിരുന്ന താമാർ അവിഹിത ഗർഭം ധരിച്ചിരിക്കുന്നു. ആ കാലങ്ങളിൽ പുരുഷ മേധാവിത്വമാണല്ലോ, പുരുഷൻ എന്തുമാകാം. സ്ത്രീകൾക്ക് മാത്രം വളരെയധികം വലിയ കഠിനമായ നിയമങ്ങളും ശിക്ഷണ രീതികളൊക്കെ നിലനിൽക്കുന്നൊരു കാലഘട്ടം. അദ്ദേഹം അപ്പോൾ തന്നെ അവൾക്ക് ശിക്ഷ വിധിച്ചു. അവളെ ചുട്ടുകൊന്നു കളയണം. കാരണം തൻ്റെ ഭവനത്തിന് നാണക്കേടുണ്ടാകത്തക്കവണ്ണം അവൾ പ്രവർത്തിച്ചു. പക്ഷെ താൻ ചെയ്തതായ നീതികേടെന്തെന്ന് അദ്ദേഹം ഓർക്കുന്നില്ല. തൻ്റെ മകൻ ഷേലായെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വാക്കുമാറി. അപ്പോൾ അവളുടെ അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താമാർ അപ്രകാരം ഒരു കാര്യം ചെയ്തത്. ഓരോരുത്തർക്കും ലഭിക്കേണ്ട നീതി ലഭിക്കാതെ വരുമ്പോൾ മറ്റു മാർഗങ്ങളിലൂടെ ആ നീതി ലഭിക്കാനുള്ള മാർഗം അവർ ചെയ്യുകയും ചെയ്യും. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതിനുവേണ്ടി അവളുടെ മേലുള്ള ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ആളുകൾ അവിടെ ഭവനത്തിൽ ചെന്നപ്പോൾ യഹൂദായിൽ നിന്ന് താൻ നേരത്തെ സ്വീകരിച്ചതായ 3 സാധനങ്ങൾ, വടിയും മുദ്രമോതിരവും ആ വളയും അവൾ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അവകാശിയാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത്. അത് തിരിച്ച് യഹൂദയുടെ കയ്യിൽ വന്നപ്പോൾ യഹൂദ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് കുറ്റബോധവും തോന്നി. കാരണം ഞാൻ ചെയ്ത തെറ്റാണിത്. അതുകൊണ്ട് അവളെ ശിക്ഷിക്കാതെ അവിടെ നിന്ന് മാറുകയാണ്. ആ ബന്ധത്തിൽ അവൾക്കുണ്ടായത് 2 ഇരട്ടക്കുട്ടികളാണ്. അവരുടെ പേരുകൾ നമ്മളിവിടെ വായിക്കുന്നുണ്ടല്ലോ. പേറസ് എന്നും മൂത്താളിൻ്റെ പേര് പേറസ് എന്നാണ്. ആ വംശത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ മറിയാം ജനിച്ചത് എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും.
മറ്റേ മകൻ്റെ പേരാണ് സേറഹ്. അവർ രണ്ടുപേരും യഹൂദായുടെ നിന്ന് അല്ലെങ്കിൽ യഹൂദായ്ക്ക് തൻ്റെ മരുമകളിൽ നിന്ന് ജനിച്ചതായ മക്കളാണ്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ഒരു വംശാവലിയിൽ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം സംഭവിക്കുന്നത്. ഈ പേരസിന്റെ വംശാവലിയിലാണ് പരിശുദ്ധ മറിയത്തിന്റെ ജനനം സംഭവിക്കുന്നത്. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെയൊരു വംശാവലി തെരഞ്ഞെടുത്തു? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇതുപോലെ ഒരു വംശാവലി വായിക്കുമ്പോൾ അവിടെ നമുക്ക് താമാറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദൈവം ബോധപൂർവം ഇങ്ങനെ ഒരു വംശാവലി തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, വ്യഭിചാരികൾ ഉൾപ്പെടെ എല്ലാ പാപികളെയും രക്ഷിക്കുന്നതിനാണ് താൻ വന്നതെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി തൻ്റെ വംശാവലിയിൽ കൊടും പാപികളോട് കർത്താവ് ഒന്നായി ചേരുകയാണ്. പക്ഷേ ഈ പാപകരമായ ഒരു വംശാവലിയാണ് കർത്താവിന് ലഭിച്ചതെങ്കിലും പാപം കൂടാതെ ജനിക്കുവാൻ കർത്താവിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് കർത്താവ് പരിശുദ്ധ നാളിൽ പറയുകയും ചെയ്തല്ലോ, ഞാൻ വന്നത് നീതിമാന്മാരെ അല്ല പാപികളെ രക്ഷിക്കുവാനായിട്ടാണ്. ജോസഫിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്ക് യഹൂദായുടെ ഈ പാപത്തിന്റെ ഒരു ചരിത്രം നമ്മളിവിടെ വായിക്കുന്നു. ഇനി നമ്മൾ അടുത്ത അധ്യായത്തിൽ 38-ാം അധ്യായത്തിൽ വായിക്കാൻ പോകുന്നത് ഇതുപോലെ വ്യഭിചാരം എന്ന പാപം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടും അത് ചെയ്യാത്ത നീതിമാനായ ജോസഫിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരൊറ്റ സംഭവത്തിൽ യഹൂദ പിന്നെ എത്രമാത്രം മാനസികമായ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു എന്ന് നമുക്കറിയാം. ദാവീദിന്റെ ജീവിതത്തിലും ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും രാജാവായി മാറ്റപ്പെട്ടവനും ഒക്കെ ആണെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിനും പാപം ചെയ്യേണ്ടി വന്നു. അതിൻ്റെ തിക്താനുഭവം ഒരുപാട് അദ്ദേഹം പിന്നീട് അനുഭവിക്കേണ്ടി വന്നതായും പശ്ചാത്തപിച്ചതായും നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം ചെയ്യാൻ അവസരമുണ്ടായാലും അതിനോട് അനുരക്തനപ്പെടാതെ പാപത്തെ ഒഴിവാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആയതുകൊണ്ട് ഈ 38-ാം അധ്യായം അത് നമുക്കൊരു മുന്നറിയിപ്പായിട്ടിരിക്കട്ടെ. എന്തുകൊണ്ട് താമാർ ഇപ്രകാരം ചെയ്തു? അവൾക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കാതെ വന്നതുകൊണ്ടാണ് അപ്രകാരം ചെയ്യേണ്ടി വന്നത്. അവളോട് അമ്മായിപ്പൻ കാണിച്ചത് അന്നത്തെ നിയമപ്രകാരം, സാമൂഹ്യ വ്യവസ്ഥപ്രകാരം അനീതിയാണ് അവളോട് കാണിച്ചത്. അതുകൊണ്ട് അവളുടെ അവകാശം ലഭിക്കാൻ വേണ്ടിയാണ് താമാർ ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കേണ്ടതായ അവകാശം അതാത് സമയത്ത് നൽകുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവന് ലഭിക്കേണ്ട അവകാശം അവന് ലഭിക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. ഇവിടെ യഹൂദയുടെ ഭാഗത്ത് നിന്ന് നീതികേടുണ്ടായപ്പോഴാണ് താമാർ ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതെ നീതി ലഭിക്കേണ്ടവർക്ക് നീതി നൽകുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ മാത്രമേ നീതി നൽകുവാനും പാപം ചെയ്യാൻ അവസരമുണ്ടായാലും പാപം ചെയ്യാതെ ജോസഫിനെ പോലെ നീതിമാന്മാരും നീതിമതികളായി ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.